അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഹാനായ മാണിയൂർ ഉസ്താദ് നമ്മിൽ നിന്നും വഫാത്തായിരിക്കുകയാണ്. ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം സോഷ്യൽ മീഡിയകളിൽ സജീവമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്. മഹാനായ മാണിയൂർ ഉസ്താദ് വാഫി വഫിയ സംവിധാനത്തെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു, അതിന് പിന്തുണ നൽകിയിരുന്നു എന്ന രീതിയിൽ വളരെ വ്യാപകമായി പല സോഷ്യൽ മീഡിയകളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ വാസ്തവം? ഇത് സത്യമാണോ? ഇത് ശരിയല്ലാത്ത കാര്യമാണോ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി മാണിയൂർ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ, മഹാനവറുകൾ എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളറിയാൻ പോലും കഴിവുള്ള വലിയൊരു മഹാമനുഷ്യനായിരുന്നു. ഉസ്താദിൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികളും അവരെ ഉസ്താദിനെ കാണാൻ വരുന്ന ആളുകളുടെയൊക്കെ ഉദ്ദേശശുദ്ധി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പണ്ഡിതൻ കൂടെയായിരുന്നു മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്നത്. ഉസ്താദിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത് ഉസ്താദ് വഫാത്തായതിനു ശേഷമാണ് എന്നുള്ളതാണ്. എന്നാൽ ഉസ്താദിനെ നേരിട്ട് സന്ദർശിക്കുകയും അവിടുത്തെ മജ്ലിസുകളിൽ പങ്കെടുക്കുകയും ഉസ്താദിനെ മുഹിബ്ബായിക്കൊണ്ട് ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമായി കൊണ്ട് നടക്കുന്ന പലരോടും ചോദിച്ചാൽ ഉസ്താദിൻ്റെ കറാമത്തുകളും ഉസ്താദിൻ്റെ അത്ഭുതങ്ങളും അവിടുത്തെ ജീവിത വിശുദ്ധിയെയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമാകുമ്പോഴാണ് വാഫി വഫിയ സംവിധാനത്തെ മാറ്റി നിർത്തുകയും വാഫി വഫിയയിൽ ഇനി ആരും ചേരുതെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് മഹാനായ മാണിയൂർ ഉസ്താദ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗമാണ്. ആ സമയത്തും ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ വഫിയ സംവിധാനം ഉസ്താദിന്റെ നാട്ടിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയത്തിൽ ഈ വാഫി സംവിധാനത്തെ മാറ്റി നിർത്തിയത് ശരിയോ തെറ്റോ എന്നൊന്നും വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിൻ്റെയും കൃത്യതയും അതിൻ്റെ വ്യക്തതയും മനസ്സിലാക്കിയിട്ട് മാത്രമേ ജീവിതത്തിൽ എന്തും കൂടെ പിടിക്കാറുള്ളൂ, എന്തും ജീവിതത്തിൽ ചേർത്ത് നിർത്താറുള്ളൂ. അത്രക്കും ജീവിത വിശുദ്ധി ജീവിതത്തിൽ കൈവരിച്ചിട്ടുള്ള വലിയൊരു മനുഷ്യനാണ്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം അറിയിച്ചു തരേണ്ട കാര്യമില്ല. നമുക്കൊക്കെ ഒരു കാര്യം സത്യമോ അതല്ലെങ്കിൽ തെറ്റോ എന്നറിയണമെങ്കിൽ സാധാരണക്കാരായ നമ്മൾ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാത്ത നമ്മളൊക്കെ പലപ്പോഴും തെറ്റിൽ ചെന്ന് വീഴാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ ശരിയെന്ന് തോന്നിക്കൊണ്ട് ജീവിതത്തിൽ പുലർത്താറുണ്ട്. എന്നാൽ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാണിയൂർ ഉസ്താദിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു തെറ്റുകൾ പോലും വരുത്താതെ വളരെ സൂക്ഷ്മമായി കൊണ്ട് ജീവിതം പുലർത്തുകയും ഒരുപാട് അത്ഭുതങ്ങൾ മഹാനവറുകളിലൂടെ കറാമത്തുകളായിക്കൊണ്ട് വെളിവാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മാണിയൂർ ഉസ്താദ് വാഫി വഫിയ സംവിധാനത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദിന് അത് ശരിയായി തോന്നിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ 2 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു പ്രശ്നത്തിന്റെ വലിയ തീവ്രതയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി മാറ്റി നിർത്തുകയും പലയിടങ്ങളിലും വാഫി സംവിധാനത്തിന് കോളേജ് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും അതിൻ്റെ മാറ്റി നിർത്തലുകളൊക്കെ സംഭവിച്ചിട്ടും മാണിയൂർ ഉസ്താദ് ചെയ്തിരുന്നത് വാഫി വഫിയ സംവിധാനത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഉസ്താദ് പറയുന്നുണ്ട് ഒരിക്കൽ, ഈ ഒരു വാഫി സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീം ഫൈലി ഉസ്താദിന് ഇൽഹാമായിട്ട് നൽകിയതാണ് എന്നുള്ളത്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ്, ഉസ്താദ് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ വാഫി വഫിയ സംവിധാനം അത് ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിന്റെ ചിന്തയിൽ ഉടലെടുത്തത്, അഥവാ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഇൽഹാം എന്നാണ് ഞാൻ പറയാറുള്ളത്. അതിന് യഥാർത്ഥത്തിൽ ആ സിലബസിന് തുടക്കം കുറിച്ചതാകട്ടെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളാണ്. ഏതായാലും ഇതൊരു വലിയ സംവിധാനമായി ഇവിടെ നിലനിൽക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ കൂടുതൽ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഉസ്താദിന് അത് ശരിയായി തോന്നി, ഉസ്താദ് അത് ജീവിതത്തിൽ മരണം വരെ തൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മാണിയൂർ ഉസ്താദിൻ്റെ ജീവിതം ഒന്നടങ്കം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഉസ്താദിന്. പുഞ്ചിരിച്ചുകൊണ്ട്, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും പകയില്ലാതെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുക. ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്യങ്ങളെയും സമസ്തയുടെ പണ്ഡിതന്മാരെയും തൻ്റെ നാട്ടുകാരെയും മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. സ്നേഹത്തിൻ്റെ വലിയൊരു ലോകം കൈമാറുക. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതുപോലെയുള്ള ഒരു വലിയൊരു മാതൃക
മഹാനായ മാണിയൂർ ഉസ്താദ് ജീവിതത്തിലൂടെ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്യം അത് സത്യം തന്നെയാണ്. ഉസ്താദിൻ്റെ വഫാത്ത് സംഭവിക്കുമ്പോൾ വരെ ഉസ്താദ് തൻ്റെ ആ ഒരു വഫിയ കോളേജ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൻ്റെ മകളിലേക്കത് അതിൻ്റെ നടത്തിപ്പ് മകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയങ്ങളിൽ കൂടുതലൊന്നും വിവാദങ്ങളിലേക്ക് പോകാതെ ഉസ്താദിന് അത് ശരിയെന്ന് തോന്നി ഉസ്താദ് അത് ജീവിതത്തിൽ കൊണ്ടു നടന്നു എന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. കാരണം മാണിയൂർ ഉസ്താദ് ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ അത്രയും ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ പരലോക ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ മഹാനായ മാണിയൂർ ഉസ്താദിനോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.